കൊല്ലമായിട്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിലുണ്ട്. ഇന്ന് കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പൊസിഷനിൽ എത്തി നിൽക്കുന്നു. അതിനു മുന്നേ ഞാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പല മേഖലകളിൽ നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുന്നേ ഒരു മകളായിരുന്നു, ഭാര്യയായിരുന്നു, വീട്ടമ്മയായിരുന്നു, അധ്യാപികയായിരുന്നു, കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ലാസ്റ്റ് ഫിജിക്കാർട്ടിൽ വരുന്ന സമയത്ത് ഞാൻ രണ്ടുമായിരുന്നു. ഒരു ഹോം മേക്കറും അതിനോടൊപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ടാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിലേക്ക് വരുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം, ഞാനൊരു മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ് അല്ലെ. ഞാൻ എന്നെ തന്നെ രാവിലെ അങ്ങോട്ട് പോയെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും മൾട്ടി ടാലന്റഡാ. മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കഴിവുകളുള്ള വ്യക്തികൾ അല്ലെ. നിങ്ങൾ ഇവിടെ ആയിരിക്കും ചിലപ്പോ ഇരിക്കുന്നുണ്ടാവുക, പക്ഷെ നിങ്ങളുടെ മനസ്സ് മുഴുവൻ വേറെ എവിടെയോ ആണ്. അപ്പൊ നിങ്ങൾ മൾട്ടി ടാലന്റഡ് ആയി അല്ലെ. നിങ്ങൾ ചിലപ്പോ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ പുട്ടുകുത്തി ഇടുന്നുണ്ടാവും, അപ്പോഴും നിങ്ങൾ മൾട്ടി ടാലന്റഡ് ആയി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ചിലപ്പോൾ കുട്ടിയെ കുളിപ്പിക്കുന്നുണ്ടാവും, ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, അടുക്കളയിൽ പണി ചെയ്യുന്നുണ്ടാവും അല്ലെ. അവിടുന്ന് ചിലപ്പോൾ അടുത്ത അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ടാവും, അതും കേൾക്കുന്നുണ്ടാവും, ഇതും കേൾക്കുന്നുണ്ടാവും അല്ലെ. അപ്പം നിങ്ങൾ എന്തായി? മൾട്ടി ടാലന്റഡ് ആയി അല്ലെ. ഒന്നിൽ കൂടുതൽ കഴിവുകൾ ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായി. ഞാൻ എപ്പോഴും അങ്ങനെയായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് എൻ്റെ പഠനമൊക്കെ നടന്നത്. കുട്ടിയെ നോക്കലും പഠിത്തവും ഒപ്പമായിരുന്നു. ജോലിക്ക് പോകലും കുട്ടിയെ നോക്കലും ഒപ്പമായിരുന്നു. വീട് നോക്കലും കുട്ടിയെ നോക്കലും ജോലിക്ക് പോകലും പിന്നീട് ഒപ്പമായി. അങ്ങനെ എല്ലാം കൂടി ഒപ്പമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ കൊണ്ട് എല്ലാം കൂടി താങ്ങാൻ പറ്റില്ല അല്ലെ. പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റെബിലിറ്റിയും കൂടി വന്നപ്പോഴാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ എനിക്ക് ഫിനാൻഷ്യലി കുറച്ചുകൂടി മുന്നേറാൻ കഴിയും എന്നൊരു തോന്നലിലാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തത്. അപ്പൊ ഇതിനെ മുന്നുള്ള ചരിത്രങ്ങളൊക്കെ ഇവിടെ കുറെ വട്ടം ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നെ ആദ്യമായി കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ഒരു കുഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാ. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാല് മുന്നേ കേൾക്കുന്ന ആളുകൾക്കൊക്കെ ബോറായിരിക്കും. കാരണം എന്നെ പച്ചവെള്ളം പോലെ അറിയുന്ന ആളുകൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇത് പറയുന്നുണ്ട്. കാരണം ഇത് മാറ്റാൻ പറ്റൂലല്ലോ, പറയുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ എന്നെ വിശദീകരിക്കുന്നില്ല അല്ലെ. അപ്പൊ ഇന്ന് ഈ ഒരു അവസരത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ആളുകളും ചിലപ്പോൾ ഇതിൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പുതുതായി വന്ന ആളുകളോടാണ് പറയുന്നത്. ഇതിൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളുണ്ട്, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വീട്ടമ്മമാരായിട്ടിരിക്കുന്ന വ്യക്തികളുണ്ട്, ചിലപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു വെൽഡിംഗ് പണിക്ക് പോകുന്ന ആളുകളുണ്ട്, ടെയില് പണിക്ക് പോകുന്ന ആളുകളുണ്ട്, കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്ന ആളുകളുണ്ട്, വക്കീലന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്താ പറയാ പട്ടാളക്കാരുണ്ട്, അതേപോലെ ടീച്ചർമാരുണ്ട്, ഇതിനെല്ലാം പുറമെ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ ഫിജിക്കാർട്ട് എന്ന് പറയുന്നത് ഒരു നമ്മൾ പറയില്ലേ കടല് പോലെയാണെന്ന് പറയും. എപ്പോഴും പറയും ഫിജിക്കാർട്ട് എന്ന് പറയുന്നത് കടല് പോലെയാണ്. കടലിന്റെ അകത്ത് ഒരു തരം മീന് മാത്രമല്ലല്ലോ ഉള്ളത്, ആണോ? എല്ലാതും ഉണ്ട് അല്ലെ. എല്ലാ ജീവജാലങ്ങൾക്കും അവിടെ സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഏത് വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള വലിയൊരു അവസരം എന്തിൻ്റെ അകത്തുണ്ട്? ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിനടുത്തുണ്ട്. നമ്മൾ കടലിലെ മീനുകളെ പോലെ തന്നെ അല്ലെ. അവിടെ നിങ്ങൾ വേണം മത്തി ഉണ്ടാവും അല്ലെ, എന്താ പറയാ സ്രാവ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ കുഞ്ഞു 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 പരല് പോലുള്ള ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവും, ചില ഭയങ്കര കഴിവുള്ള മീനുകൾ ഉണ്ടാവും, സെൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മീനുകൾ ഉണ്ടാവും, തൊട്ടാ ചോക്കടിക്കുന്ന മീനുകളുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസിന്റെ അകത്തുണ്ട്. തൊട്ടാ പൊള്ളുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്, ഒരു കാര്യമില്ലാണ്ട് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്, മിണ്ടിയാൽ തെറ്റുന്ന ആളുകളുണ്ട്, എന്ത് ചെയ്താലും കുലുക്കല്ലാത്ത ആളുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് വന്ന് എന്തിനാ വന്നത് എന്ന് പോലും ചിലപ്പോൾ ഓർമ്മയില്ലാത്ത ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറയുന്ന തിമിംഗലത്തെ പോലെ നടക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആളുകൾ നമുക്ക് എങ്ങനെയാണോ കടല് പോലെയാണ് ഫിജിക്കാർട്ടിന്റെ അകത്ത് അല്ലെ. ഈ ഇരിക്കുന്ന ഓരോ കൂട്ടം ഗ്രൂപ്പായിട്ടുള്ള ആളുകളും അവിടെയും ഇതേപോലെ തന്നെയാണ്. ഇന്നലെ പ്രസവിച്ച മീനുണ്ടാവും, 10ഉം 20ഉം കൊല്ലായിട്ട് ഇരിക്കുന്ന വലിയ വലിയ മീനുകളും കുഞ്ഞു കുഞ്ഞു മീനുകളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ മീനാണോ കല്ലാണോ എന്ന് പോലും അറിയാതെ ഇരിക്കുന്ന കുറെ ജീവികളും ഇതിൻ്റെ അകത്തുണ്ടാവും അല്ലെ.
വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാവും അല്ലെ. ഇതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്നൊന്ന് ആലോചിക്കുക. നമ്മൾ ഏത് തരം മീനായിരിക്കും ഫിജിക്കാട്ടിന്റെ കടലിൽ നിന്നൊന്ന് ആലോചിക്കുക. ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. ഇതെന്തിനാ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്കല്ലേ ഫിജിക്കാട് എന്ന് പറയുന്ന ബിസിനസ് ഞാൻ പറഞ്ഞു, കടല് എത്രയാണെന്ന് നമുക്ക് അളക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ അകത്തുള്ള മുത്തുകളും ചിപ്പികളും പവിഴങ്ങളും അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എത്രയൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമുക്ക് അളക്കാൻ പറ്റിയിട്ടില്ല അല്ലെ. ഒരു ജനറൽ ഐഡിയ ഉണ്ട് എന്നല്ലാതെ ആ ഒരു സാഗരത്തിന്റെ അളവ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിശ്ചയിക്കാൻ അല്ലെങ്കിൽ നിജപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല അല്ലെ. കടലിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, കലങ്ങാറുണ്ട്. ചിലപ്പോ കുറച്ച് ആളുകളെ പുറന്തള്ളാറുണ്ട്, കുറച്ച് ആളുകളെ എടുത്തോണ്ട് പോവാറുണ്ട് അല്ലെ. അതുപോലെയൊക്കെ തന്നെയാണ് ഈ മേഖലയും എന്ന് പറയുന്നത്. ചില സമയത്ത് ഭയങ്കരമായിട്ട് പ്രക്ഷോഭമായിരിക്കും കടല് അല്ലെ. ചിലപ്പോ നമുക്ക് കടല് കാണുമ്പോൾ പേടിയാവും. ചില ആളുകൾക്ക് കടലിൽ കളിക്കാൻ ഇഷ്ടമാണ് അല്ലെ. ഇതേപോലെ തന്നെയാണ് ഫിജിക്കാട്ട് എന്ന് പറയുന്ന ബിസിനസ്സും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, കുറെ ആളുകളെ ഫിജിക്കാട്ട് കൊണ്ടുപോകും. കുറച്ച് ആളുകളെ ചില സമയം കഴിയുമ്പോൾ ഫിജിക്കാട്ട് എടുത്ത് തൂക്കി വലിച്ചെറിയും. അത് അവനവന്റെ കൂടിയും കയ്യിലിരിപ്പോണ്ടാണ് അല്ലെ. നമ്മളൊരു പരിധി നിശ്ചയിച്ചിട്ട് നീന്താൻ അറിയാത്ത ആളുകളോട് നമ്മൾ പറയും അങ്ങോട്ടേക്ക് പോവല്ലേ. നീന്താൻ അറിയുന്ന ആളുകളോടും നമ്മൾ പറയും കുറച്ച് ദൂരത്തേക്ക് പോവല്ലേ, അവിടെ നമുക്ക് ഇത്രയും റിസ്ക് ഉണ്ട് എന്ന് പറയുമ്പോഴും ചിലവരെന്ത് ചെയ്യും, പറഞ്ഞ അനുസരിക്കാതെ അങ്ങോട്ടേക്ക് ചാടും അല്ലെ. അപ്പൊ ഫിജിക്കാട് തൂക്കി അങ്ങോട്ട് പുറത്തിടും. അതേപോലെ തന്നെയാണ് ഫിജിക്കാട് തൂക്കി അങ്ങോട്ട് പുറത്തിടും. കാരണം ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കാം, എനിക്ക് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ അറിയാം. അത് പോയിട്ട് ഞാൻ കടലിൽ പോയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എനിക്ക് കൃത്യമായി നീന്താനും അറിയില്ല, പക്ഷെ എനിക്ക് മറ്റു മേഖലയിൽ നല്ല കഴിവുണ്ട്, ഞാൻ നന്നായി പഠിപ്പിക്കാറുണ്ട്, ഞാൻ നോക്കി പഠിപ്പിക്കാറുണ്ട് പിള്ളേരെ, ഞാൻ പരീക്ഷ എടുപ്പിക്കാറുണ്ട്, മാർക്ക് കുറയ്ക്കാറുണ്ട്, സ്ട്രിക്റ്റ് ആവാറുണ്ട്. ഞാൻ കടലിനോട് പോയിട്ട് പറയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്നെ ഇങ്ങോട്ടേക്ക് പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ എന്നെയും കൊണ്ട് പോവും, അല്ലെങ്കിൽ എന്നെ തൂക്കി പുറത്തിടും അല്ലെ. രണ്ടിലേതെങ്കിലും ഒന്ന് എന്ത് ചെയ്യും, സംഭവിക്കും അല്ലെ. ഇതുപോലെ തന്നെയാണ് ഫിജിക്കാട്ട്. കൃത്യമായിട്ട് ഇതിനെ മനസ്സിലാക്കാതെ കടലോളം ആഴമുള്ള ഫിജിക്കാട്ടിന്റെ അകത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യൂ, എനിക്ക് ഇങ്ങനെ പറ്റൂ, ഞാൻ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെ. നമ്മളൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 10-35 കൊല്ലമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് വെള്ളം കുടിക്കുന്നതാണ്, എനിക്കിതിനെ കുറിച്ചൊക്കെ കുറെ അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തൂക്കി അങ്ങോട്ട് വലിച്ചെറിയും അല്ലെ. ഇതേപോലെ തന്നെയാണ് ഫിജിക്കാട്ടും. നമ്മൾ വേറെ ഏതൊക്കെയോ മേഖലയിൽ പ്രഗത്ഭരാണ്, പക്ഷെ അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മണം വന്നു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ മസാല ഇടണം, എത്ര ഉപ്പ് ഇടണം എന്ന് പോലെ അറിയുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫിജിക്കാട്ടിന്റെ അകത്തേക്ക് നമ്മൾ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ഇല്ലാതെയോ പ്ലാനിങ് ഇല്ലാതെയോ, ഇന്നത്തെ സെഷൻ ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു, ഒരു കൃത്യനിഷ്ഠമില്ലാത്തൊരു ആക്ഷൻ ഇല്ലാതെയോ ഒക്കെയാണ് നമ്മൾ പോയാൽ കടൽ എങ്ങനെയാണോ നമ്മളെ ഒന്നില്ലെങ്കിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും കൊണ്ടുപോയാലും കുറച്ച് 2-3 ദിവസം ഇങ്ങനെ പുറത്തു വരും. അതുപോലെ നമ്മളെ പുറത്തേക്ക് തള്ളിയിടും ചണ്ടിയായിട്ട് അല്ലെ. അപ്പൊ ഇവിടെ കൃത്യമായി ചെയ്യേണ്ട, പാലിക്കപ്പെടേണ്ട ഈ ലൈഫ് ജാക്കറ്റുകൾ പോലെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ സാധനമാണ്, നമ്മുടെ ആദ്യത്തെ ലൈഫ് ജാക്കറ്റ് ആണ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത് അല്ലെ. ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതായത് നമ്മൾ ഏത് മേഖലയിലായിക്കോട്ടെ, ഫിജിക്കാട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ നമ്മൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത തന്നെ എന്താണ്, നമ്മള് ഇനി വരാൻ പോകുന്ന, അതായത് ഏകദേശം ഫിജിക്കാട്ട് പുതുതായിട്ടുള്ള ആളുകളോടാണ്, സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ജോയിൻ ചെയ്ത ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ എന്തെന്ന് പറഞ്ഞു വെച്ചാല് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ അടുത്ത ഒരു 10-14 ദിവസം നമ്മൾ വളരെയധികം സമയം കളയാതെ കൃത്യനിഷ്ഠയോടുകൂടി കൃത്യതയോടുകൂടിയിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരം ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഫിജിക്കാട്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നമ്മുടെ നാട്ടിൽ വരികയും കുറെ തട്ടിപ്പിന് ഇരയാവുകയും ഒരുപാട് പാവങ്ങളുടെ പൈസ പോവുകയും ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് മേഖലയല്ല, കൃത്യമായി പറഞ്ഞാൽ മണി ചെയിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. എന്നാൽ അതിനെ ലീഗലൈസ് ചെയ്ത ശേഷം
നല്ല കമ്പനികൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല കമ്പനികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളും അതിനെ കറക്റ്റ് മാർക്കറ്റ് വാല്യൂവിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, അതായത് കൃത്യമായിട്ടുള്ള പ്രൈസിങ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളും ഒപ്പം ഈ പറയുന്ന പോലെ എന്താ പറയാ നല്ലൊരു മാനേജ്മെന്റും അതിന്റെ ഒപ്പം ഫണ്ട് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ പറയുന്ന വരുമാനങ്ങളൊക്കെ തരാൻ കപ്പാസിറ്റി ഉള്ള എല്ലാം ഒത്തിണങ്ങിയ നമ്മൾ പറയില്ല ലക്ഷണമൊത്ത അങ്ങനെ ലക്ഷണമൊത്ത ഒരു കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% വിശ്വസിച്ച് നിൽക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഒരു പ്രൊമോട്ടർ ഉള്ള വളരെ ഈസി ആയിട്ട് ആളുകൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന മാനേജ്മെന്റും എല്ലാം ഉള്ള ഒരു കമ്പനി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിജിക്കാർട്ടാണ്. നിലവിൽ അത് ഫിജിക്കാർട്ട് മാത്രമാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലെ മുൻനിരയിൽ എത്താൻ പോകുന്ന ഒരു കമ്പനി അതിന്റെ 8ാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അതിന്റെ 8ാമത്തെ വാർഷികം അല്ലെ. ഇതിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് വളരെ ചരിത്രപരമായിട്ട് ഈ 8ാമത്തെ കൊല്ലം ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത്രയും കൊല്ലം ഇല്ലാത്ത അത്രയും പോസിറ്റിവിറ്റിയോട് കൂടിയിട്ടാണ് ഇന്ന് മാർക്കറ്റിൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് അവസരം നിൽക്കുന്നത്. കാരണം ഒരു 5 കൊല്ലം മുന്നേ ഫിജിക്കാർട്ടിലേക്ക് ഞാൻ വരുന്ന സമയത്ത് അന്ന് ഇത്രത്തോളം അച്ചീവേഴ്സ് ഇല്ല, ഇത്രത്തോളം ആളുകൾക്ക് വരുമാനം കൊടുക്കാനില്ല, ഇത്രത്തോളം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളില്ല, ഇത്രത്തോളം എന്താ പറയാ ആളുകൾ പോസിറ്റീവ് പറയുന്ന ഒരു കമ്പനി ഇല്ല. അന്ന് 5 കൊല്ലത്തെ മുന്നേ ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾ പറഞ്ഞില്ലേ, ആളുകൾ മൊത്തം നെഗറ്റീവ് പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, എന്റെ പൈസ പോയോ എന്നൊക്കെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഈ 5 കൊല്ലം മുന്നേ ഉള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. അന്ന് നമ്മുടെ അത്രയില്ല, 2 പ്രൊഡക്റ്റ് 7 പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് അച്ചീവേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ലേഡീസ് ആയിട്ടുള്ള 2 വ്യക്തികൾക്ക് 1 കോടിയുടെ ചെക്ക് കൊടുത്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് മേഖലയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ജൈത്രയാത്ര കുതിക്കുന്ന ഒരു കമ്പനിയുടെ അംഗമാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ലെഗസി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഇന്ന് മാർക്കറ്റിനെ ബോച്ചെ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി, വേറെ ആരുമല്ല, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയുടെ പ്രയത്നം, അദ്ദേഹത്തിന്റെ ഒരൊറ്റ വ്യക്തിത്വം കാരണം കൊണ്ട് മാത്രം ഇന്ന് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലെ ഒരു ടോപ്പ് പോസ്റ്റിൽ അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ, ഒരുപക്ഷെ ചെമ്മണ്ണൂർ ഇന്റർനാഷണലിനേക്കാൾ ഫേമസ് ആണ് ഇന്ന് ഫിജിക്കാർട്ട് ചെയ്യുന്ന ആളുകളും ഫിജിക്കാർട്ടിലെ പല ലീഡേഴ്സും ഫിജിക്കാർട്ടിലെ മാനേജ്മെന്റിൽ ഇരിക്കുന്ന പല വ്യക്തികളും. അത്രത്തോളം ഇന്ന് ആളുകൾ ഫിജിക്കാർട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേൾക്കാത്ത ആളുകൾ കുറവായിരിക്കും. പ്ലാന് തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെ. നമ്മൾ ചിലപ്പോൾ പറയുന്ന സമയത്ത് കൂടുതൽ ആളുകളും ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകളും ഇഷ്ടം പോലെ നമുക്ക് നമ്മുടെ ഇതിൽ കാണാം. പക്ഷെ നിങ്ങളെ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ തന്നെ പറയുന്നുണ്ട് വെറും 58 ലക്ഷം ആളുകൾ മാത്രമേ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്കേ വന്നിട്ടുള്ളൂ. ഒരു 10-11 ലക്ഷത്തിന്റെ അടുത്ത ആളുകൾ മാത്രമേ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളൂ അല്ലെ. ബാക്കി 145 കോടി ജനം അവിടെ കിടക്കുക അല്ലെ. നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല മലയാളികളെ മാത്രം ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യിച്ചാൽ മതി എന്ന്. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഐഡിയ എടുത്തു കൊടുക്കാവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പാലക്കാട് ജില്ലയിൽ മാത്രമേ ഫിജിക്കാർട്ട് വളരാൻ പാടുള്ളൂ എന്നും ആരും പറഞ്ഞിട്ടില്ല. അതും പ്രത്യേകിച്ച് കല്ലേക്കാട്, കോങ്ങാട്, പാലക്കാട് ടൗൺ ഏരിയയിൽ മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ഇവിടെ ഇരിക്കുന്ന ഹരിദാസൻ സാറോടും ഹരിദാസൻ സാറിന്റെ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഫിജിക്കാർട്ട് കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. നസീമ മാഡത്തിനോടും പറഞ്ഞിട്ടില്ല, ഈ പറയുന്നിരിക്കുന്ന സാവിത്രി മാഡത്തിനോടും പറഞ്ഞിട്ടില്ല, സുമതി മാഡത്തിനോടും പറഞ്ഞിട്ടില്ല, സീറ മാമിനോടും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അയൽവാസിനോടോ നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുറച്ച് ആളുകളോട് മാത്രമേ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം പറയാവൂ എന്ന് പറഞ്ഞിട്ടില്ല. പകരം വേറൊരു സാധനം പറഞ്ഞിട്ടുണ്ട്, ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ബിസിനസ് വർക്കൗട്ട് ചെയ്യാം.
വിദേശത്തിരുന്നു കൊണ്ട് വേണമെങ്കിലും ഈ ബിസിനസ് വർക്കൗട്ട് ചെയ്യാം. അദ്ദേഹം ഗൾഫിലാണ് മാഡം, അവർ ഗൾഫിൽ നിന്ന് വരട്ടെ, അവർ 2 കൊല്ലം കഴിഞ്ഞിട്ടാ വരുന്നെങ്കിൽ ആ 2 കൊല്ലം കഴിഞ്ഞിട്ട് പ്ലാൻ കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയാണ്, നമ്മുടെ നാട്ടിൽ സൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വന്നിരുന്നു, ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ടീമില് അതിൽ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്, അതായത് BUP എന്നൊക്കെ പറയും. ഇത് കുറച്ച് ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകൾക്ക് ഈ ബിസിനസ് അയച്ചു കൊടുത്തുകൊണ്ട് അത് കേൾപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ്. അതേപോലെ തന്നെ ഈ സൂം ഫ്രീ ആണ്, നമ്മൾ പൈസ കൊടുക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ലിങ്ക് കൊടുത്ത് നമുക്ക് ബിസിനസ് പ്ലാൻ കൃത്യമായിട്ട് അറിയെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പല കാര്യങ്ങൾക്ക് ഇവരെ വിളിക്കുമ്പോൾ ഒരു 15-20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ് പ്ലാൻ കൃത്യമായിട്ട് ഒരു PDF വെച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൾഫിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അവിടെ ഇരുന്ന് പോലും ഈ ബിസിനസ് അവസരം ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. ആ സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സൂമും ഗൂഗിൾ മീറ്റ് അതുപോലെ വാട്സപ്പിന്റെ കോളുകള് ഒക്കെ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിൽ തന്നിട്ടുള്ളത് അല്ലേ. ഞാൻ എൻ്റെ ഫോണിൽ സൂം ഡൗൺലോഡ് ചെയ്യില്ല, ഞാൻ എൻ്റെ ഫോണിൽ ഗൂഗിൾ യൂസ് ചെയ്യില്ല, അവര് നാട്ടിൽ വന്നിട്ട് ഫിസിക്കലിയേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ, നമുക്ക് 2 കൊല്ലം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഗിരിജ മാഡാണ്, ഗിരിജ മാഡത്തിന് ലിസ്റ്റിലിട്ട കുറച്ച് ആളുകൾ ഗൾഫിലാണ്, അവർക്ക് പറയണം. ഗിരിജ മാഡം പറയണം, അവര് ഒരു 6 മാസം കഴിഞ്ഞാൽ വരും, 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് സെയിൽ ഓപ്പൺ ആക്കാന്ന് വിചാരിക്കും. ഗിരിജ മാഡം ആ വ്യക്തിയെ വെയിറ്റ് ചെയ്യും. പക്ഷെ നാട്ടുകാർ മൊത്തം ഗിരിജ മാഡത്തിനായിരിക്കും നോക്കുക. ഗിരിജ മാഡം എവിടെയെങ്കിലും എത്തിയോ, ഗിരിജ മാഡം എവിടെയെങ്കിലും എത്തിയോ, ഗിരിജ മാഡം എവിടെയെങ്കിലും എത്തിയോ, നിനക്കെന്തെങ്കിലും കിട്ടട്ടെ എന്നിട്ട് വേണം എനിക്ക് വരാന്, നീ ഒന്ന് കോടീശ്വരി ആയിട്ട് വേണം എനിക്ക് ആ കോടി വാങ്ങാന് എന്നൊക്കെ പറഞ്ഞ് ഗിരിജ മാഡത്തിനെ നോക്കി നിൽക്കും. അതെങ്ങനെയാ, നമ്മുടെ നാട്ടിലൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ആചാരമുണ്ട്, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴേക്കും കുട്ടികളായോ 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 ചോദിക്കും അല്ലേ. അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ജോലിയായോ 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 ചോദിക്കും. ഇതേപോലെ ഫിജിക്കാട്ടിൽ ഐഡിയ അടിച്ച പിറ്റേ ദിവസം നിനക്ക് എത്ര ആള് വന്നു, പിറ്റേ ദിവസം രാവിലെ നേരം വിളിച്ചിട്ടുണ്ടാവുള്ളൂ, ഇന്നലെ രാത്രി ആയിരിക്കും ചിലപ്പോൾ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക, സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും നമ്മളോട് ചോദിക്കും നിനക്ക് എത്ര ആള് വന്നു, നിന്റെ താഴെ നീ എത്ര ആളെ കൊണ്ടുവന്നു, നിനക്ക് എത്ര വരുമാനം വന്നു അല്ലേ. അപ്പോഴേക്കും ജോയിൻ ചെയ്ത ആള് കിട്ടുകിട്ടുകിട്ടുകിട്ടുകിട്ടാന്ന് അങ്ങോട്ട് വരച്ചിട്ടുണ്ടാവും. അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലേന്ന് അവര് പറഞ്ഞേ, എന്റെ കൂടെ ആരും വന്നില്ലേന്ന് പറഞ്ഞേ, ടീമിൽ നിന്ന് ആരെങ്കിലും തന്നില്ലേന്ന് പറഞ്ഞേ. ചിലപ്പോ ഒരാഴ്ചയായിട്ട് പോലും എന്റെ കൂടെ ആരും വന്നില്ലേ എന്ന് പറഞ്ഞ കാര്യം, എനിക്ക് ഒരാഴ്ചയായിട്ട് പൈസ കയറിയില്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ആളുണ്ട്. ചിലപ്പോ തലേദിവസം രാത്രി 12:45 ഇൻകം കയറിയ ഒരു മെസ്സേജ് വന്നിട്ടാവും, രാവിലെ നേരത്തെ 6 മണിക്ക് എണീറ്റ് മാഡം എന്റെ അക്കൗണ്ടിൽ കാശ് വന്നിട്ടില്ല. അപ്പൊ ഇവിടെ എൻ്റെ ഒരു പാർട്ട്ണർ ആണ്, മാഡം അതിന് ബാങ്ക് തുറക്കണം മാഡം. വേറെ വഴിയില്ല, വേറെ പറയാനില്ലല്ലോ. രാവിലെ 6 മണിക്ക് 7 മണിക്ക് വെച്ചിട്ട് ഇന്നലെ രാത്രി 12:45 വന്ന പൈസ എന്റെ അക്കൗണ്ടിൽ ഇന്ന് രാവിലെ കയറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 11:30 മണിയെങ്കിലും എന്ത് ചെയ്യണം, കഴിയണം അല്ലെ, നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് ഒന്ന് ക്രെഡിറ്റ് ആയി കിട്ടാൻ അല്ലെ. അപ്പോ എല്ലാത്തിനും അതിൻ്റെതായ എന്തുണ്ട് ദാസ, സമയമുണ്ട് ദാസ, ആ സമയവും കൂടി നമുക്ക് എന്ത് ചെയ്യണം, എത്തണം അല്ലെ. അപ്പൊ ഈ സമയം എന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് കൊടുക്കാനും പറ്റൂല അല്ലെ. ഗൾഫിൽ പോയ ആളുകളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരട്ടെ പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല. പ്രസവത്തിന് പോയ ആള് പ്രസവിച്ച് കഴിയട്ടെ, കൺസീവ് ആയിട്ടുണ്ടാവുള്ളൂ, ഇനിയിപ്പോ എന്തായാലും കൺസീവ് ആയാലും ഛർദിയൊക്കെയാണ്, ഒരു 10 മാസം കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് അവള് ഫ്രീ ആവുമല്ലോ, അപ്പോഴാണല്ലോ നമ്മൾ ബിസി ആവുക. 10 മാസം കഴിയുമ്പോഴാണല്ലോ കൂടുതൽ ബിസി ആവുക. അടുത്ത 3 കൊല്ലം നമ്മള് ബിസിയോട് ബിസിയാണ്. അത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ശീലാവും ആ ബിസി അല്ലെ. ഇങ്ങനെയാണ് പല ആളുകളും അത് കഴിയട്ടെ ഇത് കഴിയട്ടെ പറയും അല്ലെ. അപ്പോഴേക്കും ഇവിടെ 14 ദിവസമുള്ള ലെഗസി എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ലെഗസി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലല്ലോ, അത് പോവും അല്ലെ. അടുത്ത കൊല്ലം വരും, അടുത്ത വാർഷികം വരും അല്ലെ. അപ്പോഴും നമുക്ക് ഇതുപോലെ വരാന്ന് വിചാരിച്ച ആൾക്ക് ചിലപ്പോൾ വേറെന്തെങ്കിലും പ്രശ്നം കാരണം അയാൾ 5-6 മാസം നേരം വൈകും. അപ്പൊ നമ്മളും എന്തായി, പ്രസന്റേഷൻ കൊടുക്കാൻ നേരം വൈകി. അങ്ങനെ ചില വ്യക്തികളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ വളരെ കൃത്യനിഷ്ഠയോട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ, ലെഗസി എന്ന് പറയുന്ന ഇതിൽ വിജയിക്കണമെങ്കിൽ, ഇതിൽ എന്തുകൊണ്ട് വിജയിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ സംബന്ധിച്ചോളം ഈ ഒരു ബിസിനസ്സിൽ അച്ചീവ് ചെയ്താൽ, ഈ ഒരു ടൈം പീരീഡിൽ അച്ചീവ് ചെയ്താൽ ഒരു 200 പോയിന്റ് ആണ് ആകെ നമുക്ക് വേണ്ടു. ഞാനൊരു 200 പോയിന്റ് എന്ന് പറയുമ്പോൾ ചില ആള്
ശ്വാസം ഇങ്ങോട്ട് മേലേക്ക് വലിച്ച് താഴ്ത്തി ഇങ്ങോട്ട് വിടുന്നുണ്ട്. എന്താ അറിയോ, 200 പോയിന്റ് വേണ്ടേ എന്നാണ് പറയണത് അല്ലെ. വെറും 200 പോയിന്റ് വേണ്ടു. ഞാൻ അങ്ങനെ പറയുള്ളൂ, വെറും 200 പോയിന്റ് വേണ്ടു. ഒരു 200 പോയിന്റിന്റെ ബിസിനസ് നമുക്ക് എങ്ങനെ വേണേലും കൊടുക്കാം. 2 വ്യക്തികൾക്ക് 100 പോയിന്റ് എടുക്കാം, അല്ലെങ്കിൽ 4 വ്യക്തികൾക്ക് 50 പോയിന്റ് ആയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ 8 പേർക്ക് 25 പോയിന്റ്സിന് എടുക്കാം അല്ലെ. ഈ ഞാൻ കൂടുതൽ പറയാ, എങ്ങനെ വേണേലും എടുത്താലും